പുഴയോരത്തെ സംരക്ഷണ ഭിത്തി നിർമ്മാണം വ്യവസ്ഥകൾ പാലിക്കാതെയെന്ന ആരോപണം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനെതിരെയാണ് ആരോപണം ഉയരുന്നത്. ചെറുതോണി ടൗണിനോടനുബന്ധിച്ചുള്ള സ്വകാര്യ വ്യക്തിയുടെ വീട് ഒഴിവാക്കി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത് വ്യവസ്ഥാ ലംഘനമെന്നും പരാതി. 2018 പ്രളയത്തിലാണ് ചെറുതോണി പുഴയും അനുബന്ധ മേഖലകളും വൻ തകർച്ച നേരിട്ടത്. ഇതേ തുടർന്ന് ചെറുതോണി ടൗണിൻ്റെ നിലനിൽപ്പ് പോലും വൻ ഭീഷണിയായി മാറി. അന്നുണ്ടായ അവസ്ഥ ഇനിയും ഉണ്ടാകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെറുതോണി പുഴയോരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മാണം ആരംഭിച്ചത്. ടൗണിനോട് അനുബന്ധിച്ച കെട്ടിടങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുക എന്നതായിരുന്നു നിർമ്മാണത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ നിർമ്മാണം ആരംഭിച്ച് കുറേ ദൂരം പിന്നിട്ടപ്പോഴാണ് 6 പതിറ്റാണ്ടിലേറെയായി താമസമുള്ള കുടുംബത്തിൻ്റെ വീട് ഒഴിവാക്കി ഭിത്തി നിർമ്മിച്ചത്. ഇനിയും ഒരു വർഷകാലത്ത് ജലമൊഴുക്ക് കൂടിയാൽ തൻ്റെ വീടിന് ഭീഷണിയാണെന്ന് കാണിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനെതിരെ പുളിമൂട്ടിൽ വിനു പി തോമസാണ് രംഗത്ത് വന്നത്. തൻ്റെ വീടിരിക്കുന്ന ഭാഗം മാത്രം ഒഴിവാക്കി മറ്റിടങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത് തന്നോട് കാണിക്കുന്ന വിവേചനമാണെന്നും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയിലെ ചിലർക്കുള്ള വ്യക്തിവൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്നും വിനു പി തോമസ് പറയുന്നു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ചെറുതോണി ആറിൻ്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണമാണ് ഇന്ന് നടക്കുന്നത്. ഞാനും കുടുംബവുമായിട്ട് 50 വർഷക്കാലത്തിന് മേളിലായിട്ട് ഇവിടെ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ വീടിൻ്റെ സംരക്ഷണ ഭിത്തി പുറകുവശം മാത്രം കെട്ടാൻ അവർ വിമുഖത കാണിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗങ്ങളും കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് എന്ന് എനിക്കറിയത്തില്ല. നമ്മളോടുള്ള വ്യക്തിവൈരാഗ്യമാണോ സംഭവമാണോ എന്നറിയത്തില്ല. വർഷങ്ങളായിട്ട് താമസിക്കുന്ന വ്യക്തികളെ ഒഴിവാക്കിക്കൊണ്ട് പലരുടെയും കൂടുതൽ ഏരിയകൾ എടുത്തുകൊണ്ട് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് എന്തൊക്കെയോ 2018 പ്രളയത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിന്നത് താനാണെന്നും എന്നിട്ട് പോലും തന്നോട് സർക്കാർ വിവേചനം കാണിക്കുന്നതായും ഇദ്ദേഹം പറയുന്നു. ചെറുതോണി പുഴയോരത്തെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിൽ വ്യവസ്ഥാ ലംഘനം എന്നത് പകൽ പോലെ വ്യക്തമാണ്. ബിനു പി തോമസിൻ്റെ വീടിരിക്കുന്ന ഭാഗം മാത്രം ഒഴിവാക്കിയിട്ടാണ് മറ്റിടങ്ങളിൽ നിർമ്മാണം തുടരുന്നതും. പല പ്രാവശ്യം പരാതിപ്പെട്ടിട്ടും ഇതിന് വിശദീകരണം നൽകുവാൻ പോലും ഡിപ്പാർട്ട്മെൻറ്റിന് കഴിഞ്ഞിട്ടുമില്ല. അടിയന്തരമായി ഇവിടെ പ്രശ്നപരിഹാരമാണ് ആവശ്യം. ബിജു വൈസൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.